അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റുള്ളൊരു ചക്ക വരട്ടി, പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. പക്ഷേ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫ്രോസൺ ചെയ്ത് വെച്ച ചക്ക കൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചക്കക്കാലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ നാട്ടിലില്ലാത്ത സമയത്ത് ഉപ്പയും ഉമ്മയും എടുത്തു വെച്ച പഴഞ്ചക്ക, വീട്ടിലുണ്ടായ പഴഞ്ചക്ക കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ചക്ക വരട്ടി ഉണ്ടാക്കുന്നത്. ഫ്രോസൺ ചെയ്തത് വെച്ചത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമുക്ക് ചെറിയ പീസായി മുറിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. അല്ല, ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കുരു ഈസി ആയിട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് സ്മോൾ പീസാക്കാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, ഞാനുള്ളത് അങ്ങനെ തന്നെ ഇടുകയാണ്. എന്നിട്ട് 1 കപ്പ് വെള്ളം, 1/2 കപ്പാണ് ഇവിടെ കാണിച്ചത്, പക്ഷേ 1 കപ്പ് തന്നെ ഒഴിക്കുകയാണ് കേട്ടോ നല്ലത്. എന്നിട്ട് ഞാൻ 3-4 വിസിലടിച്ചു. ആ സമയം ഒരു ശർക്കര മതി, കാരണം നല്ല മധുരമുള്ള ചക്കയാണ്. അത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്തു. ചക്ക നന്നായി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. മധുരം കൂടുതൽ വേണ്ടവർ മധുരം ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നന്നായിട്ട് ഈ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവാൻ നമുക്ക് നോൺ സ്റ്റിക്ക് പാനാണ് ഒന്നുകൂടി കംഫർട്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് വെള്ളം വറ്റി പാനിൽ നിന്ന് ഹൽവയൊക്കെ വിട്ടുപോരില്ലേ, ഹൽവയ്ക്കൊക്കെ അതേപോലെ ആവുന്ന രീതിക്ക് നമുക്ക് ആക്കണം. നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തി. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ്, അതുപോലെ ആവശ്യത്തിന് കശുവണ്ടി ആ സൈഡിൽ തന്നെ വറുത്തിട്ട് വെക്കാം. കശുവണ്ടി അത്യാവശ്യത്തിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ സമയം പാനിൽ കിടക്കുന്ന ചക്ക അടി പിടിക്കണില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. അങ്ങനെ അടി പിടിക്കാനൊന്നും ചാൻസ് ഇല്ല, കാരണം ലോ ഫ്ലെയിമിലാണ് ഈ സമയത്ത് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കശുവണ്ടിയൊക്കെ ഏകദേശം കുക്കായി. ഈ സമയം നമ്മൾ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തു. രണ്ടും നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് മിക്സ് ആക്കാം കേട്ടോ. നന്നായിട്ട് മിക്സാക്കി നല്ല ഇളക്കി കൊടുക്കുക. ഈ റെസിപ്പിക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്നറിയാം, പക്ഷെ ഞാൻ എൻ്റെ വേർഷൻ, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷൻ ഞാൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രം. ശർക്കരപ്പാനിക്ക് പകരം പഞ്ചസാര അങ്ങനെയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു എമൗണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുറേ കാലം ഉപയോഗിക്കേണ്ട രീതിയിലൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം ഒന്ന് വെള്ളം വറ്റിക്കഴിഞ്ഞ് കുറച്ച് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയാൽ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇത് 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏത് ചക്ക തിന്നാത്ത ആളും തിന്നും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് പായസമാക്കിയിട്ടും മാറ്റാം, ഹൽവയാക്കിയിട്ടും മാറ്റാം, അതുപോലെ ചക്ക അടയാക്കിയിട്ടും മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.